ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്ന വീഡിയോ നല്ലൊരു കല്ലുമ്മക്കായയുടെ റെസിപ്പിയാണ് കേട്ടോ. കല്ലുമ്മക്കായ എങ്ങനെ കഴിക്കാനും നമ്മൾക്ക് ഇഷ്ടമാണ് അല്ലേ. പ്രത്യേകിച്ച് മലയാളികൾക്ക് കല്ലുമ്മക്കായ വറുത്തായാലും പൊരിച്ചായാലും എങ്ങനെ കഴിച്ചാലും നല്ലൊരു ടേസ്റ്റുമാണ്. കല്ലുമ്മക്കായ കൊണ്ട് ഉണ്ടാക്കുന്ന എന്ത് ഫുഡായാലും തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ കല്ലുമ്മക്കായ ഫ്രൈ തനിനാടൻ രീതിയിൽ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. കല്ലുമ്മക്കായ 1 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്തെ മണലൊന്നും ഒരുപാടൊന്നും കളഞ്ഞെടുത്തിട്ടില്ല. കാരണം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. കല്ലുമ്മക്കായുടെ ഇറച്ചി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് വൃത്തിയാക്കിയെടുക്കാനായിട്ട് ഇതിൻ്റെ ഈ നടുഭാഗത്തുള്ള ഈ ഒരു നൂല് പോലുള്ള ഭാഗമുണ്ട്, അതിങ്ങനെ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്ത് വൃത്തിയാക്കി എടുക്കണം. എങ്കിലേ ഇത് കഴിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചിലർക്ക് വയറിനൊക്കെ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഇത് കളഞ്ഞെടുത്തിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ തിളച്ച വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ട് തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നെങ്കിലേ ഇതിൻ്റെ ഈ ഇറച്ചി ഭാഗം ഇതിൽ നിന്ന് വിട്ട് വരുള്ളൂ. ഇതിൻ്റെ ഷെല്ലിൽ നിന്ന് ഇത് വിട്ട് വരണമല്ലോ. ഇതേപോലെ ഇളകി വരണമെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ചിലരിങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതൊക്കെ കാണാം. അത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ പിളർന്ന് വരാത്തതാണ് എങ്കിൽ ഇത് പുഴുങ്ങിയെടുക്കുകയോ അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചെടുത്താലും പിളർന്ന് വരികയും ചെയ്യും, പെട്ടെന്ന് ഇളകി കിട്ടുകയും ചെയ്യും. ഇത് തലേന്ന് വാങ്ങി വെച്ചത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പളർന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം മുഴുവനായിട്ടും ഇതേപോലെ ഞാൻ എല്ലാം ഇതുപോലെ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കഴുകിയെടുക്കുകയാണ്. കാരണം ഇതിൽ മണലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും തെളിഞ്ഞ് വരുന്ന വെള്ളം വരുന്നത് വരെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കഴുകിയെടുക്കുന്ന വെള്ളം കണ്ടിട്ടില്ലേ, ആ ഒരു കളർ മാറി നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് വരും. അപ്പോൾ കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. മണലും ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ കളഞ്ഞെടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂണോളം മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയത്, അരമുറി ചെറുനാരങ്ങയുടെ നീര്, 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം നനച്ച് കൊടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിലും തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു, എന്നാൽ ടേസ്റ്റിനൊട്ടും കുറവില്ലാത്ത നല്ലൊരു റെസിപ്പി അങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് പാൻ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കല്ലുമ്മക്കായ ഇതുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ട് വേണം, ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. കല്ലുമ്മക്കായ്ക്ക് വേവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുമ്പോൾ ഉള്ളൊന്നും വെന്ത് കിട്ടുകയില്ല, പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ ഇവിടെ തിരിച്ചും മറിച്ചും വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫ്രൈഡ് രൂപത്തിലാക്കിയിട്ടുണ്ട്. നന്നായി മൊരിച്ചെടുത്തിട്ടില്ല കേട്ടോ. നന്നായി മൊരിച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ കുറച്ചൊരു നനവോടുകൂടി കഴിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എങ്കിൽ അതിൻ്റെ ആ മുളകിൻ്റെയൊക്കെ കറക്റ്റ് ടേസ്റ്റ് ഇതിലേക്ക് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു പരുവായപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി അല്ലേ. വീട്ടിൽ കല്ലുമ്മക്കായൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നാടൻ റെസിപ്പിയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.